ഹരേ കൃഷ്ണ. വിഷ്ണുമാസമായ ചൈത്രമാസത്തിൽ വീണ്ടുമൊരു ഏകാദശി വന്നെത്തി. 2026 മാർച്ച് 15 ഞായറാഴ്ചയും മലയാള മാസം മീനമാസം 1 ഹിന്ദുമാസമായ ചൈത്രമാസത്തിലെ കൃഷ്ണപക്ഷത്തിൽ വരുന്ന ഏകാദശി പാപമോചിനി ഏകാദശി. പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാല്ലേ, എല്ലാ പാപങ്ങളും ഇല്ലാതാക്കുന്നത്. അതായത് നമ്മൾ ഈ ജന്മത്തിൽ ചെയ്തതും കഴിഞ്ഞ ജന്മങ്ങളിൽ ചെയ്തതും പാപം ഇല്ലാതാകുന്ന ഏകാദശി. അതുപോലെ നമ്മൾ ഒരു വർഷത്തിൽ എടുത്ത ഏകാദശികളിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അതും ഇല്ലാതാക്കുന്ന ഏകാദശിയാണ് ഈ പാപമോചിനി ഏകാദശി. എല്ലാ ഏകാദശിയുടെയും കഥ യുധിഷ്ഠിര മഹാരാജാവ് ശ്രീകൃഷ്ണ ഭഗവാനോട് ചോദിക്കുന്നതാണ്. ഇപ്രാവശ്യവും ഭഗവാനോട് ചോദിക്കുകയാണ്, ഭഗവാനെ കൃഷ്ണ, എന്താണ് ഈ പാപമോചിനി ഏകാദശിയുടെ കഥ? ചവന മഹർഷിയുടെ മകനായ മേധാവി യുവസുന്ദരനായ ഒരു സന്യാസിയായിരുന്നു. അദ്ദേഹത്തിന്റെ തപസ് കണ്ട് അസൂയപ്പെട്ട് ഇന്ദ്രന്റെ അപ്സരസുകളോട് പറഞ്ഞു അദ്ദേഹത്തിന്റെ തപസ് മുടക്കണമെന്ന്. കുറെ അപ്സരസുകൾ പോയി അദ്ദേഹത്തിന്റെ തപസ് മുടക്കാൻ നോക്കി, ഒന്നും നടന്നില്ല. അതിൽ ഏറ്റവും സുന്ദരിയായ പാട്ടും ഡാൻസും ഒക്കെ അതിമനോഹരമായി കളിക്കുന്ന ഒരു അപ്സരസ് ലാസ്റ്റ് ചെന്നു. മഞ്ജുഘോഷ് എന്ന് പറയുന്ന ഒരു അപ്സരസായിരുന്നു അത്. അവര് ആ മേധാവിയുടെ കുടിലിനു മുന്നിൽ പോയി താമസമാക്കി. അങ്ങനെ ദിവസവും പാട്ടുപാടിയും ഡാൻസ് കളിച്ചും ആ മേധാവിയുടെ മനസ്സിനെ ഇളക്കി. അവര് രണ്ടുപേരും പ്രണയത്തിലായി. അങ്ങനെ അവര് കുറെ കാലങ്ങൾ കഴിച്ചുകൂട്ടി. തപസ്സൊക്കെ മുടങ്ങിപ്പോയി. അവസാനം ഈ മഞ്ജുഘോഷ് മടങ്ങിപ്പോകാനൊരുങ്ങി. അന്നേരമാണ് മേധാവിക്ക് മനസ്സിലായത് തന്നെ ചതിക്കാൻ വന്നതാണ് എന്ന്. പെട്ടെന്ന് മഞ്ജുഘോഷിനെ ആ മേധാവി ശപിക്കുകയാണ്, നീ ഒരു നീചയായ രാക്ഷസിയായി മാറട്ടെ എന്ന്. അങ്ങനെ മഞ്ജുഘോഷ് കാട്ടിൽ കൂടെ അലഞ്ഞു നടന്ന് മേധാവിയുടെ അച്ഛനായ ചവന മഹർഷിയെ കാണുകയും അദ്ദേഹത്തോട് കരഞ്ഞു മാപ്പപേക്ഷിക്കുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞു, ഇനിയും വരുന്നത് ചൈത്രമാസത്തിലെ പാപമോചിനി ഏകാദശിയാണ്. അത് നീ വിധിയാമണ്ണം അനുഷ്ഠിച്ചുകൊള്ളൂ, എല്ലാ പാപങ്ങളും ഇല്ലാതെയാകും എന്ന്. എന്നാൽ ഈ മേധാവിയും അദ്ദേഹത്തിന്റെ അച്ഛന്റെ അടുക്കലെത്തി ഈ തപസ് മുടങ്ങിപ്പോയതിനെക്കുറിച്ചും ഞാൻ ചെയ്ത അപരാധങ്ങളെക്കുറിച്ചും ഏറ്റുപറഞ്ഞ് മാപ്പ് ചോദിച്ചു. അദ്ദേഹം മേധാവിയോടും പറഞ്ഞു, ചൈത്രമാസത്തിലെ പാപമോചിനി ഏകാദശി നീ അനുഷ്ഠിച്ചുകൊള്ളൂ, എല്ലാ പാപങ്ങളും ഇല്ലാതെയാകും. അങ്ങനെ അവർ രണ്ടുപേരും ആ പാപമോചിനി ഏകാദശി അനുഷ്ഠിച്ച് ആ മഞ്ജുഘോഷ് രാക്ഷസ വേഷത്തിൽ നിന്ന് അപ്സരസായി തിരിച്ച് ദേവലോകത്തേക്ക് മടങ്ങി. മേധാവി വീണ്ടും ആ ചൈത്രരഥവനത്തിൽ തപസ്സനുഷ്ഠിച്ച് നമുക്ക് വേണ്ടി, ലോക നന്മയ്ക്കു വേണ്ടി കാലം കഴിച്ചുകൂട്ടി. ഈ കലിയുഗത്തില് നമ്മൾ ഓരോരുത്തരും ഈ ഭഗവാൻ നാരായണന്റെ ഏകാദശി വ്രതമനുഷ്ഠിച്ച് പാപങ്ങളില്ലാതായി, സർവ്വരോഗങ്ങളില്ലാതായി, സർവ്വ ഐശ്വര്യവും നമുക്ക് നേടാനായിട്ട് സാധിക്കും. രോഗങ്ങളില്ലാതാകുമ്പോൾ തന്നെ നമ്മുടെ വീടുകളിൽ ഐശ്വര്യം താനെ കൈവരും. അതുകൊണ്ടാണ് ഏകാദശി വ്രതം എല്ലാവരും എടുക്കണമെന്ന് പറയുന്നത്. അവരവരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് ഏകാദശി വ്രതം അനുഷ്ഠിക്കുക. കാരണം ഈ മീനച്ചൂടില് നിർജ്ജലമായിട്ട് ഏകാദശി വ്രതം അനുഷ്ഠിച്ചാൽ പിറ്റേ ദിവസം ആകുമ്പോൾ എല്ലാവർക്കും തന്നെ തളർച്ചയും അതുപോലെ മൂത്രതടസ്സവും ഒക്കെ ഉണ്ടാകും. അതുകൊണ്ട് കരിക്കും വെള്ളം കുടിച്ചും ഫ്രൂട്ട്സുകളൊക്കെ കഴിച്ചും ഒക്കെ ഏകാദശി വ്രതം അനുഷ്ഠിക്കുക. ധാന്യങ്ങളൊക്കെ ഒഴിവാക്കുക. ഏകാദശി വ്രതം എങ്ങനെയാണ് എടുക്കുന്നത് എന്ന് എല്ലാവർക്കും തന്നെ അറിയാം, അതുകൊണ്ട് പറയുന്നില്ല. ഈ പ്രാവശ്യം മഹാദ്വാദശിയാണ്. ദ്വാദശി വ്രതമായതുകൊണ്ട് തന്നെ ഏറ്റവും പുണ്യമാണ്. ഏകാദശിയുടെ തിഥി ഈ പ്രാവശ്യം 14 രാവിലെ 8:10 തുടങ്ങി 15 രാവിലെ 9:16 തീരുകയാണ്. അതുപോലെ ഹരിവാസര സമയം വരുന്നത് 15 വെളുപ്പിനെ 3:23 മുതൽ പകൽ 3:23 വരെയാണ്. പാരണ സമയം വരുന്നത് 16 രാവിലെ 6:29 മുതൽ 8:53 വരെയാണ് തിരുവനന്തപുരത്തെ സമയം. അതുപോലെ സൂര്യോദയം അനുസരിച്ച് ചെറിയ ചെറിയ മിനിറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. 6:30 to 8:54, 6:38 to 9:01. എന്തായാലും എല്ലാവരും ദ്വാദശി തീരുന്നതിന് മുമ്പേ പാരണ വീടുക. ദ്വാദശി അവസാനിക്കുന്നത് 16 രാവിലെ 9:41. ഇത് ഞാൻ പറയാൻ കാരണം ഇസ്കോൺ ഫോളോ ചെയ്യുന്നവര് 10 മണി വരെയാണ് മിക്കവാറും സമയമിടുന്നത്. പക്ഷേ ദ്വാദശി തീരുന്നതിന് മുമ്പ് പാരണ വീടുക.
പാരണ വീടുമ്പോൾ ഭഗവാനോട് പറയുക, ഭഗവാനെ നാരായണ, ഞാനിതാ പാരണ വീടുന്നു. അടുത്ത ഏകാദശിക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു. അങ്ങയുടെ നാമങ്ങൾ, അങ്ങയുടെ പാദങ്ങൾ മാത്രമാണ് എന്റെ ആശ്രയം, അങ്ങ് മാത്രമാണ് എന്റെ ആശ്രയം എന്നിങ്ങനെ പറയുക. ഒരു മന്ത്രമുണ്ട്, ബോഷ്യോഗം പുണ്ടരീകാക്ഷ ശരണം മേ ഭവാച്യുത. അങ്ങനെ പറയാൻ അറിയത്തില്ലാത്തവർ ഇങ്ങനെ പറയുക, നാരായണ നീ മാത്രമാണ്, ഏതിലും എന്തിലും നീ മാത്രമാണ്, എല്ലാം നിന്നിൽ ഞാൻ സമർപ്പിക്കുന്നു. അങ്ങനെ പറഞ്ഞ് ഏകാദശി വ്രതം എല്ലാവരും എടുക്കുക. ഹരേ കൃഷ്ണ, ജയ് ശ്രീ രാധേ രാധേ.